നേരത്തെ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു, ഞങ്ങളൊരു ഓഡിയോ കേൾക്കുകയായിരുന്നു. ആ ഓഡിയോയിൽ ഗർഭഛിദ്രത്തിന് വിധേയയായ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറുമായി നടത്തിയ സംഭാഷണമുണ്ട്. നമ്മളത് കേട്ടുകഴിഞ്ഞാൽ ഹൃദയം പറഞ്ഞു പോകുന്നതാണ്. ആ കുട്ടിയുടെ താല്പര്യമില്ലാതെയാണ് ഗർഭഛിദ്രം നടത്തിയത്. അതിന് വഴങ്ങേണ്ടി വന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഇവിടെ എങ്ങനെയാണ് കൺസെൻറ്റ് കിട്ടുന്നത്? കൺസെൻറ്റ് ത്രൂ കൊയേഷനാണ്, മാനസിക സമ്മർദ്ദം ചെലുത്തിയാണ്. എങ്ങനെയാണ് പാലത്തിൽ നിന്ന് ഞാൻ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും അത് കഴിയുമ്പോൾ ഈ കുട്ടി ഒരു ട്രോമാറ്റിക്കായ അവസ്ഥയിലേക്ക് പോയി ഡോക്ടറോട് കരയുകയാണ്. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അധികാരികളെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ, നിങ്ങൾ കരുതുന്നത് പോലെ അല്പവസ്ത്രം ഇട്ടുവന്ന് മറ്റു മന്ത്രിമാരുമായി ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവരുടെ എന്ന മട്ടിലുള്ള പദപ്രയോഗങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നടത്തരുത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലേത് ഒരു കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ ആണെങ്കിൽ നിങ്ങൾക്കത് പകർച്ചവ്യാധി പോലെ പടരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ദുഷിപ്പിക്കും.